ഗെറ്റിംഗ് തിങ്സ് ഡൺ എന്ന് പറയുന്ന GT എന്ന ആശയം വളരെ പ്രചാരമുള്ള ഒരു ആശയമാണ്. ഡേവിഡ് അലനാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഗെറ്റിംഗ് തിങ്സ് ഡൺ, കാര്യങ്ങൾ ചെയ്യാനായിട്ട് സഹായിക്കുക. പലപ്പോഴും ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചെയ്യാൻ സാധിക്കാറില്ല. സമയമില്ലാത്തതായിരിക്കാം, സ്കില്ലില്ലാത്തതായിരിക്കാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തതായിരിക്കാം, അതിന് വേണ്ട റിസോഴ്സ് ഇല്ലാത്തതായിരിക്കാം. അപ്പോൾ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ് ഗെറ്റിംഗ് തിങ്സ് ഡൺ. GT എന്ന ആശയം തന്നെ വളരെ പോപ്പുലറാണ്. പറ്റുമെങ്കിൽ പുസ്തകം വായിക്കാൻ ഡേവിഡ് അലൻ എഴുതിയ ഗെറ്റിംഗ് തിങ്സ് ഡൺ അല്ലെങ്കിൽ GTD. അപ്പോൾ ഇത് തുടങ്ങി വയ്ക്കുന്നത് തന്നെ ഒരു മൈൻഡ് ഈസ് ലൈക്ക് എ വാട്ടർ എന്നുള്ള ആശയത്തിലാണ്. മനസ്സ് ഒരു വെള്ളം പോലെ. വെള്ളം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഷേപ്പില്ല അല്ലേ, അത് ഒഴുകും, അല്ലെങ്കിൽ ഏത് പാത്രത്തിലിടുന്നോ ആ പാത്രത്തിൻ്റെ രൂപം സ്വീകരിക്കും. അപ്പോൾ ഇതൊരു ഓപ്പൺ ലൂപ്പാണ്, അത് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്. പ്രൊഡക്ടിവിറ്റി അതല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മെ പലപ്പോഴും തടയിടുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകി നടക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഒരു ഏറ്റവും ആദ്യം പറയുന്ന ഒരു 4 കാര്യം ആണ് പ്രധാനമായിട്ടും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ക്യാപ്ചർ എന്ന് വെച്ചാൽ നാം ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യാൻ സാധിക്കണം, ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ സാധിക്കും. ട്രേ എന്നാണ് പറയുന്നത്. എനിക്ക് ഇന്നല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ അതല്ലെങ്കിൽ ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം ചെയ്യേണ്ട എല്ലാത്തിനെയും ലിസ്റ്റ് ചെയ്യുക. എവറിത്തിങ് യു ഹാവ് ടു ലിസ്റ്റ്, അല്ലെങ്കിൽ ട്രേറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്താണ് ക്ലാരിഫൈ. ഇതിനകത്ത് ആക്ഷണബിളും നോൺ ആക്ഷണബിളും എന്താണ്? എല്ലാ കാര്യങ്ങളും നമ്മൾ ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പലപ്പോഴും എൻ്റെ ഏറ്റവും വളരെ കോമൺ ആയി എടുക്കുന്ന ക്ലാസ്സാണ് ടൈം മാനേജ്മെൻറ്റ് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ ആ ക്ലാസ്സുകളിൽ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്, നാം ചെയ്യുന്നതിനകത്ത് 80% കാര്യങ്ങളും നമ്മുടെ യഥാർത്ഥ ഗോളിലേക്ക് കൊണ്ടുപോകുന്നതല്ല. 80-20 പ്രിൻസിപ്പിൾ, പാരറ്റോ പ്രിൻസിപ്പിൾ എല്ലാം നാം പറയാറുണ്ട്. അപ്പോൾ ആക്ഷണബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നാം കണ്ടെത്തേണ്ടത് വളരെ ആവശ്യമാണ്. നോൺ ആക്ഷണബിൾ ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ കണ്ടെത്താനായിട്ടാണ് ക്ലാരിഫൈ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഓർഗനൈസ്. ശരിയാണ്, ഒരു ലിസ്റ്റ് ഉണ്ടാക്കി അതിൽ ആക്ഷണബിളും നോൺ ആക്ഷണബിളുമായിട്ട് ലിസ്റ്റ് കണ്ടെത്തി. ഇനി എങ്ങനെയാണ് നെക്സ്റ്റ് ആക്ഷൻ എന്താണ്? ഇപ്പോൾ ഇതിനകത്ത് ഐസൻഹോവർ പ്രിൻസിപ്പിൾ എല്ലാം ഉണ്ട്. ഇമ്പോർട്ടൻറ്റും അർജൻറ്റും ആയിട്ടുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടൻറ്റും അർജൻറ്റും നോട്ട് അർജൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരു ടേബിൾ നാം ഉണ്ടാക്കും. അപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്. ഇമ്പോർട്ടൻറ്റും അർജൻറ്റും ആണെങ്കിൽ ഡു ഇറ്റ്, അത് തീർച്ചയായും ചെയ്യുക. ഇനി ചില കാര്യങ്ങൾ നാം സ്കെഡ്യൂൾ ചെയ്യേണ്ടി വരും. ഈ ലിസ്റ്റിനകത്ത് ചില കാര്യങ്ങൾ ഇന്ന് ചെയ്യേണ്ടതല്ലായിരിക്കാം. ഇമ്പോർട്ടൻ്റ് പക്ഷേ അർജൻറ്റ് അല്ല, നാളെയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ചെയ്യേണ്ടതായിരിക്കാം. ഒരു പ്രോപ്പർട്ടി മേടിക്കേണ്ടതായിരിക്കും, ഒരു മീറ്റിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കേണ്ടതായിരിക്കാം. അത് സ്കെഡ്യൂൾ ചെയ്യാൻ മറക്കരുത്. അത് സ്കെഡ്യൂൾ ചെയ്യാനായിട്ട് മറക്കരുത്. ഒരു കലണ്ടറിലോ അല്ലെങ്കിൽ ഡയറിയിലോ തീർച്ചയായും എഴുതിയിടുക. കാരണം എല്ലാ കാര്യങ്ങളും നാം കൃത്യമായി ചെയ്യേണ്ടത് ആവശ്യമാണ്. മറ്റു കാര്യം ഡെലിഗേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഓഫീസിൽ നിങ്ങൾക്ക് സബോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ഡെലിഗേറ്റ് ചെയ്യാൻ സാധ്യത കാര്യങ്ങളെ ഡെലിഗേറ്റ് ചെയ്യുക. ഇനി ഒരു 80% കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ പലപ്പോഴും പല ആർട്ടിക്കിളും വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു ഇന്ത്യക്കാരൻ ശരാശരി 3 മണിക്കൂർ കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ കുറേ സമയം ഫ്രണ്ട്സുമായി സമയം ചെലവഴിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രൊഡക്ടിവിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് തീർച്ചയായും ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. നാലാമത്തെ കാര്യം റിഫ്ലക്റ്റ്. എല്ലാ വീക്കിലിയും ഞാൻ റിഫ്ലക്റ്റ് ചെയ്യുക, ലിസ്റ്റ് എടുത്ത് നോക്കുക. ഞാൻ നേരത്തെ ലിസ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് എടുത്ത് നോക്കുക, എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിക്കാത്തത്, എന്തുകൊണ്ട് സംഭവിച്ചില്ല, എങ്ങനെ അത് സംഭവിക്കുന്നതാക്കി മാറ്റാം. ഒരു കാര്യം ഓർക്കുക, ലിസ്റ്റ് ചെയ്യുമ്പോഴും സ്കെഡ്യൂൾ ചെയ്യുമ്പോഴും കലണ്ടർ ചെയ്യുമ്പോഴും ഒന്നും എപ്പോഴും നമുക്കത് എല്ലാം പൂർത്തിയാക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാക്കുക, പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിലും ഈ പ്രോസസ്സ്, സിസ്റ്റം ഫോളോ ചെയ്യുക. ഒരിക്കലും നിങ്ങൾക്ക് ഈ ട്രാക്കിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. പുസ്തകം വായിക്കുക. ഗെറ്റിംഗ് തിങ്സ് ഡൺ വളരെ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട, വളരെയധികം ആളുകൾ സെർച്ച് ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണിത്. ഡേവിഡ് അലൻ എഴുതിയ പുസ്തകം. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു ടാസ്ക് ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. ഒരു 10 ടാസ്ക് 20 ടാസ്ക് നമുക്ക് ഇന്ന് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ 2 മിനിറ്റ്സ് റൂൾ എന്ന് പറയുന്ന റൂളുണ്ട്. ഒരു ടാസ്ക് 2 മിനിറ്റിൽ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ, 2 മിനിറ്റ്സ് താഴെ ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ ശ്രമിക്കുക. ഒരു വാട്സപ്പ് അയക്കേണ്ടതായിരിക്കാം, അല്ലെങ്കിൽ ചെറിയൊരു കോൾ ചെയ്ത് റിമൈൻഡ് ചെയ്യേണ്ടതായിരിക്കും, ഇമെയിൽ അയക്കേണ്ടതായിരിക്കും. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കഴിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനൊരു പുസ്തകം എഴുതുന്നത് 45ഓളം പ്രൊഡക്ടിവിറ്റി ടൈം മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് വിവരിക്കുന്ന പുസ്തകമാണ്. അതിനകത്ത് ഇതെല്ലാം വിശദമായി പറയുന്നുണ്ട്. പക്ഷേ ഈ പുസ്തകം നിങ്ങൾക്ക് വായിക്കുന്നെങ്കിൽ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ടൈം മാനേജ്മെൻറ്റ് കാര്യങ്ങൾ സമയത്ത് പൂർത്തീകരിക്കുവാൻ സഹായിക്കുന്ന പുസ്തകമാണ്. തീർച്ചയായും വായിക്കുക. ജീവിതത്തിൽ വലിയ വിജയം ഉണ്ടാകട്ടെ. ലെറ്റ് us make 10x growth.